So this lecture is about Ethernet and CSMA CD. Ethernet or IEEE 802.3. So IEEE 802.3 എന്ന് പറഞ്ഞാലും Ethernet തന്നെയാണ്. So Ethernet എന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സ്, അതായത് വയേർഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്സിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ ആണ് ഇത് Ethernet. ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു സ്മോളർ ജോഗ്രഫിക്കൽ ഏരിയയിൽ കൺഫൈൻഡ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഒരു ക്യാമ്പസോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങോ അതിൽ വരുന്ന കമ്പ്യൂട്ടേഴ്സിനെല്ലാം ഇന്റർകണക്ട് ചെയ്ത് വരുന്ന ഒരു സ്മോളർ ജോഗ്രഫിക്കൽ ഏരിയയിൽ വരുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു വയേർഡ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന ടെക്നോളജി അല്ലെങ്കിൽ പ്രോട്ടോകോൾ ആണ് എന്തെന്ന് പറയുന്നത് Ethernet എന്ന് പറയുന്നത്. സോ Ethernet is a popular packet switched local area networking technology. Ethernet is a multiple access network. Ethernet ഒരു multiple access network ആണെന്ന് പറയാം. അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ ഇവിടെ more than 2 nodes, രണ്ടിൽ കൂടുതൽ devices എന്തിൽ കണക്റ്റഡ് ആയിരിക്കും, ഒരു കോമൺ ലിങ്ക് അല്ലെങ്കിൽ ഒരു കോമൺ കേബിൾ അല്ലെങ്കിൽ ഒരു കോമൺ മീഡിയം ഷെയർ ചെയ്യുന്നുണ്ടാവും. രണ്ടിൽ കൂടുതൽ ഡിവൈസസ് ഒരു കോമൺ ലിങ്ക് അല്ലെങ്കിൽ കോമൺ മീഡിയം ഷെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ എന്ത് പറയാം, മൾട്ടിപ്പിൾ ആക്സസ് നെറ്റ്വർക്ക് എന്ന് പറയാം. അപ്പൊ രണ്ടിൽ കൂടുതൽ പേര് ഒരു കോമൺ മീഡിയം ഷെയർ ചെയ്യുമ്പോൾ ആരൊക്കെ എപ്പം ട്രാൻസ്മിഷൻ ചെയ്യാൻ പറ്റും, ആർക്കൊക്കെ എപ്പം ചെയ്യാൻ പറ്റും, അപ്പോൾ അവിടെ ഒരു കൺട്രോൾ വേണം. ആ ലിങ്കിനെ ആക്സസ് ചെയ്യുന്നതിൽ ഒരു കൺട്രോൾ വേണം. എല്ലാവരും കൂടെ ഒരുമിച്ച് സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡേറ്റ കൊളിഷൻ വരും, ആ ഡേറ്റ എല്ലാം ലോസ് ആയി പോകും. സോ ആർക്കൊക്കെ എപ്പം ആ മീഡിയത്തിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യാം, കാര്യം ഒരു കോമൺ മീഡിയം തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. അപ്പൊ ആർക്കൊക്കെ എപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാന്നുള്ള ഒരു കൺട്രോൾ വേണം. സോ ആ കൺട്രോൾ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നോളജി നമ്മൾ എന്ത് പറയും, മൾട്ടിപ്പിൾ ആക്സസ് ടെക്നോളജി എന്ന് പറയും. മൾട്ടിപ്പിൾ നോഡ്സിന് കോമൺ മീഡിയം ആക്സസ് ചെയ്യാനുള്ള ഒരു ടെക്നോളജി. സോ ആ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നോളജി എന്ന് പറയും. സോ ഇതർനെറ്റും ഒരു മൾട്ടിപ്പിൾ ആക്സസ് നെറ്റ്വർക്ക് ആണ്. മോർ ദാൻ 2 നോഡ്സ് ഒരു കോമൺ ലിങ്കിനെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെയും ആര് വേണം, ഒരു മൾട്ടിപ്പിൾ ആക്സസ് ടെക്നോളജി വേണം. സോ ഇതർനെറ്റിൽ യൂസ് ചെയ്യുന്ന മൾട്ടിപ്പിൾ ആക്സസ് ടെക്നോളജിയാണ് എന്ത്, CSMA CD, Carrier Sense Multiple Access with Collision Detection. CSMA CD നമുക്ക് ഇനി അടുത്ത സ്ലൈഡ്സിൽ പറയും. സോ അപ്പൊ പറയാം. സോ CSMA CD എന്ന് പറയുന്നത് ഇതർനെറ്റിന്റെ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നോളജി ആണ്. സോ എക്സാമിന് വേണമെങ്കിൽ CSMA CD എന്ന് പറഞ്ഞ് ചോദിക്കാം, അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ മൾട്ടിപ്പിൾ ആക്സസ് ടെക്നോളജി ഓഫ് ഇതർനെറ്റ് എന്ന് പറഞ്ഞിട്ടും ചോദിക്കാം. ഇനി അടുത്തത് ഇതർനെറ്റിൽ തന്നെ ഡിഫറെന്റ് വേർഷൻസ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ഇതർനെറ്റ് ഉണ്ട്, അതിന്റെ ഡേറ്റ റേറ്റ് എന്ന് പറയുന്നത് 10 Mbps ആണ്. ഫാസ്റ്റ് ഇതർനെറ്റ് ഉണ്ട്, അതിന്റെ ഡേറ്റ റേറ്റ് 100 Mbps ആണ്. ജിഗാബിറ്റ് ഇതർനെറ്റ് ഉണ്ട്, അതിന്റെ ഡേറ്റ റേറ്റ് 1 Gigabits per second ആണ്. 10 Gigabit ഇതർനെറ്റ് ഉണ്ട്, അതിന്റെ ഡേറ്റ റേറ്റ് 10 Gigabits per second ആണ്. Ethernet technologies provide unreliable connectionless service to the network layer. ഇതർനെറ്റ് ലെയർ ഇതർനെറ്റ് ഡേറ്റ ലിങ്ക് ലെയറിൽ വരുന്നത്. സോ ഡേറ്റ ലിങ്ക് ലെയറിൽ ഇതർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ് ആണ്. കണക്ഷൻലെസ് സർവീസ് എന്ന് പറയുമ്പോൾ സെൻഡർ ഫ്രെയിംസ് സെൻഡ് ചെയ്യുന്നതിന് മുന്നേ കണക്ഷൻ എസ്റ്റാബ്ലിഷ്മെന്റോ അല്ലെങ്കിൽ ഫ്രെയിംസ് എല്ലാം സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കണക്ഷൻ ടെർമിനേഷൻ ഫേസോ അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും പ്രീവിയസ് ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നില്ല. എപ്പോഴാണോ സെൻഡറിന് ഫ്രെയിംസ് സെൻഡ് ചെയ്യാൻ വരുന്നത് ആ സമയം അത് ഫ്രെയിംസിന് എന്ത് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. റിസീവർ അതിന് റെഡി ആണോ എന്നൊന്നും ചെക്ക് ചെയ്യുന്നില്ല, ഡയറക്റ്റ് എന്ത് സെൻഡ് ചെയ്യാണ്, ഫ്രെയിംസിന് സെൻഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് അതിന് എന്തെന്ന് പറയുന്നത്, കണക്ഷൻലെസ് സർവീസ് എന്ന് പറയുന്നത്. അൺറിലയബിൾ എന്ന് പറയാൻ കാര്യം ആ ഫ്രെയിംസ് അവിടെ കറക്റ്റ് ആയിട്ട് എത്തിയിട്ടുണ്ടോ, ആ ഫ്രെയിംസിനെ അവിടെ ഡിസ്കാർഡ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയുള്ള എറേഴ്സ് കാരണം ആ ഫ്രെയിംസ് ഡിസ്കാർഡഡ് ആയി പോയിട്ടുണ്ടോ, അങ്ങനെയുള്ള ചെക്കിംഗ് ഒന്നും എവിടെ നടത്തുന്നില്ല, ഇതർനെറ്റ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു എന്ന് പറയാം, അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ് ആണ് ഡേറ്റ ലിങ്ക് ലെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറയാം. നെറ്റ്വർക്ക് ലെയറിൽ വരുമ്പോൾ നെറ്റ്വർക്ക് ലെയറിലുള്ള IP-യും ഇതുപോലെ തന്നെ, ഇന്റർനെറ്റ് പ്രോട്ടോകോളും ഇതുപോലെ തന്നെ എന്താണ്, അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ് ആണ്. പിന്നെ അതിന് മുകളിൽ ഒരു ട്രാൻസ്പോർട്ട് ലെയർ ഉണ്ട്. ട്രാൻസ്പോർട്ട് ലെയറിൽ 2 പ്രോട്ടോകോൾസ് ഉണ്ട്, TCP ഉണ്ട്, UDP ഉണ്ട്. UDP ആണെങ്കിൽ ഇതേപോലെ അൺറിലയബിൾ കണക്ഷൻലെസ് സർവീസ് ആണ്. പക്ഷെ TCP എന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്, റിലയബിൾ കണക്ഷൻ ഓറിയന്റഡ് സർവീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. So physical properties, Ethernet segment usually implement ചെയ്യുന്നത് coaxial cable ആണ്. Coaxial cable of up to 500 meter. 500 meter cable ആണ് ഒരു Ethernet segment ആയിട്ട് commonly യൂസ് ചെയ്യുക, യൂഷ്വലി ഇംപ്ലിമെന്റ് ചെയ്യുക. ഡിഫറെന്റ് ഇംപ്ലിമെന്റേഷൻസ് അവൈലബിൾ ആണ്. യൂഷ്വലി യൂസ് ചെയ്യുന്ന അത് 500 meter coaxial cable ആണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്തുണ്ട്, ടാപ്സ്. ഇതർനെറ്റ് കേബിളിൽ ഒരു 2.5 മീറ്റർ അപ്പാർട്ട് ആയിട്ട് നമ്മൾ ടാപ്സിനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ടാപ്സിൽ ട്രാൻസീവർ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു ഡിവൈസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതർനെറ്റ് കേബിളിൽ
സാധാരണ എടുക്കുന്നത് 500 മീറ്റർ കോആക്സിയൽ കേബിൾ എടുക്കും. അതിൽ തന്നെ 2.5 മീറ്റർ എപ്പാർട്ട് നമ്മൾ എന്തിനെ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്, ഓരോ ടാപ്സ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ആ ടാപ്പിൽ ട്രാൻസീവർ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിവൈസ് ഉണ്ട്. ഈ ട്രാൻസീവർ ആണ് എന്ത് ചെക്ക് ചെയ്യുന്നത്, ഈ കേബിളിൽ കൂടെ ട്രാൻസ്മിഷൻ നടക്കുകയാണെങ്കിൽ, എന്തെങ്കിലും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സിഗ്നൽസ് എവിടെയും കിട്ടും, ട്രാൻസീവറിനും കിട്ടും. സോ ട്രാൻസീവറിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഈ കേബിൾ ഐഡിൽ ആണോ അല്ലെങ്കിൽ ബിസി ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഐഡിൽ മീൻസ് ആ കേബിളിൽ കൂടെ ട്രാൻസ്മിഷൻ ഒന്നും നടക്കില്ല, അപ്പൊ ട്രാൻസീവറിൽ സിഗ്നൽ എനർജി ഒന്നും വരില്ല. അപ്പം ആ ട്രാൻസീവറിന് എന്ത് പറയും, കേബിൾ ഐഡിൽ ആന്ന് പറയും. ഇനി കേബിളിൽ കൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സിഗ്നൽ എനർജി ട്രാൻസീവറിന് വരും. അപ്പൊ ട്രാൻസീവറിന് എന്താ അറിയാൻ പറ്റും, കേബിൾ ബിസി ആണെന്ന് അറിയാൻ പറ്റും. സോ ട്രാൻസീവർ നമ്മൾ അതിനുവേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. വെദർ ദ കേബിൾ ഇസ് ഐഡിൽ ഓർ ബിസി എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ആരെ യൂസ് ചെയ്യാം, ട്രാൻസീവർ യൂസ് ചെയ്യാം. എന്നിട്ട് ട്രാൻസീവർ ഇനി നമ്മളുടെ ഹോസ്റ്റ് ഡിവൈസിൽ എന്തുണ്ട്, നമുക്ക് ഇതർനെറ്റ് കേബിൾ ആയിട്ട് കണക്ട് ചെയ്യേണ്ടുള്ള ഹോസ്റ്റ് ഡിവൈസ്, ആ ഡിവൈസിൽ ആരെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, ഇതർനെറ്റ് അഡാപ്റ്റർ ഉണ്ട്. ഈ ഇതർനെറ്റ് അഡാപ്റ്റർ തന്നെ ആരുമായിട്ടും അറ്റാച്ച്ഡ് ആണ്, ട്രാൻസീവറുമായിട്ടും അറ്റാച്ച്ഡ് ആണ്. സോ ട്രാൻസീവർ ഇതർനെറ്റ് കേബിളിൽ 2.5 മീറ്റർ എപ്പാർട്ടിൽ ടാപ്സ് ഉണ്ട്. ആ ടാപ്സിൽ ഏത് ഡിവൈസ് ഉണ്ട്, ട്രാൻസീവർ ഉണ്ട്. ട്രാൻസീവർ അതർ എൻഡിൽ ഹോസ്റ്റിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഇതർനെറ്റ് അഡാപ്റ്ററുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി മൾട്ടിപ്പിൾ ഇതർനെറ്റ് സെഗ്മെന്റ്സ് ക്യാൻ ബി ജോയിൻഡ് ബൈ റിപ്പീറ്റേഴ്സ്. ഇപ്പൊ ഇവിടെ നമ്മൾ 500 മീറ്റർ കേബിൾ ആന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ 500 മീറ്റർ കേബിൾ കഴിയുമ്പോഴും നമ്മൾ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് വീണ്ടും അടുത്ത 500 മീറ്റർ കേബിൾ കണക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്തെടുക്കാൻ പറ്റും, മൾട്ടിപ്പിൾ ഇതർനെറ്റ് സെഗ്മെന്റ്സിനെ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഈ റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്ത് ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ജോയിൻ ചെയ്യുമ്പോഴും മാക്സിമം നമുക്ക് 2500 മീറ്റർ വരെ ഇതുപോലെ റിപ്പീറ്റേഴ്സ്, ഒരു 4 റിപ്പീറ്റേഴ്സ് യൂസ് ചെയ്ത് മാക്സിമം സെൻഡർ ടു റിസീവർ 2500 മീറ്റർ ഡിസ്റ്റൻസേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇതർനെറ്റ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ലോക്കൽ ഏരിയ നെറ്റ്വർക്സിലാണ് യൂസ് ചെയ്യുന്നത്. ഇതർനെറ്റിൽ യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് സ്കീം എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ എൻകോഡിംഗ് സ്കീം ആണ് യൂസ് ചെയ്യുന്നത്. ബേസ് ബാൻഡ് ട്രാൻസ്മിഷൻ ആണ് ഇതർനെറ്റിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതർനെറ്റിൽ നമ്മൾ നോട്ട്സിന് ഡിവൈസസിന് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ മാക് അഡ്രസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ് ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാലും ഹാർഡ്വെയർ അഡ്രസ് എന്ന് പറഞ്ഞാലും മാക് അഡ്രസ് എന്ന് പറഞ്ഞാലും എല്ലാം ഒന്ന് തന്നെയാണ്. സോ ഇതർനെറ്റിൽ നോട്ട്സിന് യൂസ് ചെയ്യുന്ന ഫിസിക്കൽ അഡ്രസ് 48 ബിറ്റ് അഡ്രസ് ആണ് യൂസ് ചെയ്യുക. 48 ബിറ്റ് അല്ലെങ്കിൽ 6 ബൈറ്റ് അഡ്രസ് ആണ് യൂസ് ചെയ്യുക. യൂഷ്വലി അത് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ്. അതാണ് ഇതുപോലെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ് ഡിവൈസസിന്റെ ഹാർഡ്വെയർ അഡ്രസ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആണെങ്കിൽ 00 എന്ന് വെച്ചാൽ കാണിച്ചത് അത് എന്താണ്, ഒരു 8 ബിറ്റ്സ് ആണ് അല്ലെങ്കിൽ ഒരു 1 ബൈറ്റ് ആണ്. ഈ 0 എന്ന് പറയുമ്പോൾ 000 4 zeros, അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഒരു 0 കൊടുത്തിരിക്കുന്നത്. അടുത്ത 0 എന്ന് പറയുന്നതും 0000 4 zeros. സോ ഇതൊരു 8 ബിറ്റ്സ് ആണ്, അത് അടുത്ത 8 ബിറ്റ്സ്. അങ്ങനെ മൊത്തം ഓരോ ബൈറ്റ് ആണ് 1 2 3 4 5 6 ബൈറ്റ് അല്ലെങ്കിൽ 48 ബിറ്റ് അഡ്രസ് വെച്ചിട്ട് ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ് മാക് അഡ്രസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ് ഡിനോട്ട് ചെയ്യുന്നത്. ഏതില്, ഇതർനെറ്റിൽ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഇതർനെറ്റിന് തന്നെ ഡിഫറെന്റ് ഇംപ്ലിമെന്റേഷൻസ് അവൈലബിൾ ആണ്. സ്റ്റാൻഡേർഡ് ഇതർനെറ്റിൽ തന്നെ ഡിഫറെന്റ് ഇംപ്ലിമെന്റേഷൻസ് അവൈലബിൾ ആണ്. അതിന്റെ പോപ്പുലർ ആയിട്ടുള്ള ഒരു 4 ഇംപ്ലിമെന്റേഷൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 10/5 10/5 യൂസ് ചെയ്യുന്ന തിക്ക് കോആക്സിയൽ കേബിൾ ആണ്. 10 എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഡേറ്റ റേറ്റ് 10 Mbps ആണ്. ബേസ് മീൻസ് ബേസ് ബാൻഡ് സിഗ്നൽ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. 5 എന്ന് വെച്ചാൽ 500 മീറ്റർ, കേബിളിന്റെ ലെങ്ത് 500 മീറ്റർ ആണ്. ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് മാഞ്ചസ്റ്റർ എൻകോഡിംഗ് തന്നെയാണ്. 10/2 എന്ന് പറയുമ്പോൾ അതിനെ തിൻ കോആക്സിയൽ കേബിൾ ആണ് യൂസ് ചെയ്യുന്നത്. 10 എന്ന് പറയുമ്പോൾ 10 Mbps ആണ്. ലെങ്ത് എന്ന് പറയുന്നത് 185 മീറ്റർ ആണ് ഒരു ഇതർനെറ്റ് സെഗ്മെന്റിന്റെ ലെങ്ത്. ഇനി അടുത്ത 10/T എന്ന് പറയുമ്പോൾ അവിടെയും 10 Mbps. ഇതെല്ലാം 10 Mbps എന്നാണ് ഡേറ്റ റേറ്റ്. കാര്യം സ്റ്റാൻഡേർഡ് ഇതർനെറ്റിന്റെ ഡിഫറെന്റ് ഇംപ്ലിമെന്റേഷൻസ് ആണ്. ഇതെല്ലാം ബേസ് ബാൻഡ് സിഗ്നൽസ് ആണ്. T എന്ന് പറയുമ്പോൾ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മീഡിയം കേബിളിന്റെ ലെങ്ത് 100 മീറ്റർ ആണ്. 10/F എന്ന് പറയുമ്പോൾ ഫൈബർ ഒപ്റ്റിക് കേബിൾ ആണ് അവിടെ യൂസ് ചെയ്യുന്നത്. അവിടെ ലെങ്ത് ഓഫ് കേബിൾ എന്ന് പറയുന്നത് 2000 മീറ്റർ ആണ്. ഇതിലെല്ലാം യൂസ് ചെയ്യുന്നത് ഏത് തന്നെയാണ്, മാഞ്ചസ്റ്റർ എൻകോഡിംഗ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഇതർനെറ്റ് ഫ്രെയിം ഫോർമാറ്റ് എന്നും ചോദിക്കാം. KTU ചോദിച്ചിട്ടുള്ളത് ഡിസ്കസ് 802.3 മാക് ഫ്രെയിം ഫോർമാറ്റ് എന്നാണ്. 802.3 എന്ന് പറയുമ്പോൾ ഇതർനെറ്റ്. സോ ഫ്രെയിം ഫോർമാറ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വരുന്നത് പ്രിയാമ്പിൾ ആണ്. പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു 7 ബൈറ്റ്സ് ഫീൽഡ് ആണ്. 7 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ 56 ബിറ്റ്സ് ഉണ്ട്. ഓൾട്ടർനേറ്റിംഗ് വൺസ് ആൻഡ് സീറോസ് ആണ്. അപ്പൊ മൊത്തം 56 ബിറ്റ്സ് ഉണ്ട്. അത് 10 10 10 അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് വൺസ് ആൻഡ് സീറോസ് ആയിട്ടാണ് വരുന്നത്.
പ്രിയാമ്പിൾ യൂസ് ചെയ്യുന്നത് സെൻഡറിന്റെ ക്ലോക്കും റിസീവറിന്റെ ക്ലോക്കും സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപോലെ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പ്രിയാമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിറ്റ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എപ്പോൾ എൻഡ് ചെയ്യും എന്നുള്ളത് സെൻഡർ സൈഡിലും റിസീവർ സൈഡിലും ഒരുപോലെ ആയിരിക്കണം. അല്ലെങ്കിൽ 0നെ 0 ആയിട്ടും 1നെ 1 ആയിട്ടും ഡിറ്റക്ട് ചെയ്യണം എന്നില്ല. സോ രണ്ട് സൈഡിലും ഒരുപോലെ ആയിരിക്കണം. അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിലെയും ക്ലോക്ക്, സെൻഡർ സൈഡിലെ റിസീവർ സൈഡിലെയും ക്ലോക്കിനെ സിങ്ക്രണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, പ്രിയാമ്പിൾ ഫീൽഡ് യൂസ് ചെയ്യുന്നത്. അത് മൊത്തം 56 ബിറ്റ്സ് ഉണ്ട്. ഓൾട്ടർനേറ്റിംഗ് വൺസ് ആൻഡ് സീറോസ് ആണ് യൂസ് ചെയ്യുന്നത്. അടുത്തത് SFD. SFD എന്ന് പറയുന്നത് സ്റ്റാർട്ട് ഫ്രെയിം ഡീലിമിറ്റർ ആണ്. അതായത് ഇഥർനെറ്റിൽ യൂസ് ചെയ്യുന്നത് വേരിയബിൾ ലെങ്ത് ഫ്രെയിം ആണ്. എല്ലാ ഫ്രെയിമിനും ഒരേ ലെങ്ത് അല്ല. അപ്പോൾ ഓരോ ഫ്രെയിമും എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് തിരിച്ചറിയണം. സോ ഒരു ഫ്രെയിം എപ്പോൾ സ്റ്റാർട്ട് ചെയ്യും എന്ന് അറിയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഫ്ലാഗ് ബൈറ്റ് ആണ് ഇത് SFD എന്ന് പറയുന്നത്. ഒരു 1 ബൈറ്റ് ആണ്. 8 ബിറ്റ്സ് ആണ് ഉള്ളത്. 8 ബിറ്റ്സ് എന്ന് പറയുമ്പോൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഫ്ലാഗ് ഏതാണ്, 10101011. അതാണ് SFD ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ 10101011 കണ്ടു കഴിഞ്ഞാൽ റിസീവർ സൈഡ് എന്താ മനസ്സിലാക്കണം, ഇനി വരാൻ പോകുന്നത് എന്താണ്, ഫ്രെയിം സ്റ്റാർട്ട് ആവുകയാണ്, ഇനി വരാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ അഡ്രസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. അപ്പോൾ ഒരു ഫ്രെയിമിന്റെ സ്റ്റാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്റ്റാർട്ട് ഫ്രെയിം ഡീലിമിറ്റർ യൂസ് ചെയ്യുന്നത്. 1 ബൈറ്റ് ആണ്. ആ യൂസ് ചെയ്യുന്ന ബൈറ്റ് ഇതാണ് 10101011. 11 കണ്ടു കഴിഞ്ഞാൽ റിസീവർ എന്ത് മനസ്സിലാക്കണം, നെക്സ്റ്റ് വരാൻ പോകുന്നത് ഡെസ്റ്റിനേഷൻ അഡ്രസ് ആണ്, ഫ്രെയിം സ്റ്റാർട്ട് ആവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രിയാമ്പിളും SFDയും ഫിസിക്കൽ ലെയർ ആണ് അറ്റാച്ച് ചെയ്യുന്നത്, ഡേറ്റ ലിങ്ക് ലെയർ അല്ല, ഫിസിക്കൽ ലെയർ ആണ് അറ്റാച്ച് ചെയ്യുന്നത്. സോ ഡേറ്റ ലിങ്ക് ലെയർ ഇവിടെ തൊട്ടാണ് ചെയ്യുന്നത്. സോ പ്രിയാമ്പിൾ SFD ഫിസിക്കൽ ലെയർ ആണ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അഡ്രസ്. ഡെസ്റ്റിനേഷൻ അഡ്രസ് എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണോ സെൻഡ് ചെയ്യേണ്ടുള്ളത് ആ ഡിവൈസിന്റെ ഹാർഡ്വെയർ അഡ്രസ് അല്ലെങ്കിൽ ലിങ്ക് ലെയർ അഡ്രസ് ആണ് ഇത് ഡെസ്റ്റിനേഷൻ അഡ്രസ്. ഇഥർനെറ്റ് അഡ്രസ് എന്താണ്, 6 ബൈറ്റ് അല്ലെങ്കിൽ 48 ബിറ്റ് അഡ്രസ് ആണ് യൂസ് ചെയ്യുക. ഇനി ആരാണോ സെൻഡ് ചെയ്യുന്നത് സെൻഡറിന്റെ അഡ്രസ്, ഹാർഡ്വെയർ അഡ്രസ് ആണ് ഇത് സോഴ്സ് അഡ്രസ്. അതും 48 ഇഥർനെറ്റ് 48 ബിറ്റ് അല്ലെങ്കിൽ 6 ബൈറ്റ് അഡ്രസ് ആണ്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പൊ ഡേറ്റ ലിങ്ക് ലെയറിൽ ഈ ഫ്രെയിം വന്നിട്ട് അപ്പർ ലെയറിലോട്ട് കൊടുക്കും. അപ്പർ ലെയറിൽ എന്ന് പറയുമ്പോൾ നെറ്റ്വർക്ക് ലെയറിലോട്ട് കൊടുക്കും. നെറ്റ്വർക്ക് ലെയറിൽ പല പ്രോട്ടോകോൾസ് ഉണ്ടാവും. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ഉണ്ടാവും, ARP ഉണ്ടാവും, OSPF, അങ്ങനെ പല പ്രോട്ടോകോൾസ് ഉണ്ടാവും ഇതിന് റിസീവ് ചെയ്യാനായിട്ട്. അപ്പൊ അപ്പർ ലെയറിൽ ഏത് പ്രോട്ടോകോളിനാണോ കൊടുക്കേണ്ടത് ആ പ്രോട്ടോകോളിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് ടൈപ്പ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡേറ്റ ലിങ്ക് ലെയറിൽ വരുന്ന ഈ ഫ്രെയിം അപ്പർ ലെയറിൽ നെറ്റ്വർക്ക് ലെയറിലോട്ട് കൊടുക്കും. അവിടെ റിസീവ് ചെയ്യാനായിട്ട് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ഉണ്ടാവും. അതിൽ ഏത് പ്രോട്ടോകോളിനാണോ കൊടുക്കേണ്ടത് ആ അപ്പർ ലെയർ പ്രോട്ടോകോളിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഇത് ടൈപ്പ് ഫീൽഡ് യൂസ് ചെയ്യുന്നത്. അതൊരു 2 ബൈറ്റ്സ് ആണ്. ഇനി അടുത്തത് നെക്സ്റ്റ്, അപ്പൊ ഇത് ഇത്രയെന്ന് പറയുന്ന ഹെഡർ പോർഷൻ ആണ്. അത് കഴിഞ്ഞിട്ട് ആരെ വെച്ചിരിക്കുകയാണ്, ഒറിജിനൽ ഡേറ്റ. ഒറിജിനൽ ഡേറ്റയിൽ തന്നെ മിനിമം ഡേറ്റ ലെങ്തും മാക്സിമം ഡേറ്റ ലെങ്തും ഉണ്ട്. മിനിമം ഡേറ്റ ലെങ്ത് എത്രയാണ്, 46 ബൈറ്റ്സ്. മിനിമം ഡേറ്റ എത്ര വേണം, 46 ബൈറ്റ്സ് വേണം. ഇനി അത്രയും ഇല്ലെങ്കിൽ ബാക്കി സീറോസ് വെച്ചിട്ട് പാഡ് ചെയ്ത് അതിനെ എന്താക്കണം, 46 ബൈറ്റ്സ് ആക്കി മാറ്റണം. അതുകൊണ്ടാണ് ഡേറ്റ ആൻഡ് പാഡിംഗ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ഒറിജിനൽ ഡേറ്റ 46 ബൈറ്റ്സ് ഇല്ലെങ്കിൽ ബാക്കി സീറോസിനെ അപ്പൻഡ് ചെയ്ത് എത്ര ആക്കി മാറ്റണം, 46 ബൈറ്റ്സ് ആക്കി മാറ്റണം. മാക്സിമം ഡേറ്റ ലെങ്ത് ഉണ്ട്, അത് 1500 ബൈറ്റ്സ് ആണ്. 1500 ബൈറ്റ്സ് കൂടുതൽ ഡേറ്റ ഒരു ഫ്രെയിമിൽ വെക്കാൻ പറ്റില്ല. അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അടുത്ത ഫ്രെയിമിലോട്ട് ആക്കുക. ഒറിജിനൽ ഡേറ്റനെ ഫ്രാഗ്മെന്റ് ചെയ്ത് അടുത്ത ഫ്രെയിമിലോട്ട് ആക്കുക. സോ മിനിമം 46 ബൈറ്റ്സ് വേണം. മാക്സിമം എത്ര വേണം, മാക്സിമം എത്രേ പാടുള്ളൂ, 1500 ബൈറ്റ്സേ പാടുള്ളൂ. ഇനി അത് കഴിഞ്ഞ് ഈ വരുന്നത് ട്രെയിലർ പോർഷൻ. ഇത് ഇത്രയും ഹെഡർ പോർഷൻ, ഡേറ്റ. ഇതെന്ന് പറഞ്ഞാൽ ട്രെയിലർ പോർഷൻ. ട്രെയിലർ പോർഷനിൽ എന്താ വരുന്നത്, CRC, സൈക്ലിക് റിഡൻഡൻസി ചെക്ക്. എറേഴ്സ് ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ നമ്മൾ എന്ത് കൂടി അറ്റാച്ച് ചെയ്തിട്ടാ വിടുക, CRC കൂടി അറ്റാച്ച് ചെയ്തിട്ടാ വിടുക. റിസീവർ സൈഡ് എത്തുമ്പോൾ ഈ ഡേറ്റ പ്ലസ് CRC ഇത് ഇത്രയും ഒരുമിച്ചെടുത്തിട്ട് റിസീവർ എന്ത് കാൽക്കുലേറ്റ് ചെയ്യും, വീണ്ടും CRC കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന CRC 0 ആണെങ്കിൽ ഫ്രെയിമിൽ എറർ ഒന്നുമില്ല, ഫ്രെയിമിനെ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ കിട്ടുന്ന CRC 0 അല്ലെങ്കിൽ ഫ്രെയിമിൽ എറർ ഉണ്ട്, ആ ഫ്രെയിമിനെ എന്ത് ചെയ്യും, ഡിസ്കാർഡ് ചെയ്യും. അപ്പോൾ CRC യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, എറർ ഡിറ്റക്ഷന്. സോ അത് 4 ബൈറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. CRC എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, എറർ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഈ ഫ്രെയിം ലെങ്ത് ഓഫ് 802.3 ഫ്രെയിം, അതായത് ഇഥർനെറ്റിന്റെ ഫ്രെയിമിൽ മിനിമം മാക്സിമം ലെങ്ത് റെസ്ട്രിക്ഷൻസ് വെച്ചിട്ടുണ്ട്. അത് KTU ചോദിച്ചിട്ടുണ്ട്. സോ മിനിമം ഇത്ര ലെങ്ത് വേണം ഫ്രെയിമിന്, മാക്സിമം ഇത്ര ലെങ്ത് വേണമെന്ന് റെസ്ട്രിക്ഷൻസ് ഇഥർനെറ്റിൽ വെച്ചിട്ടുണ്ട്. മിനിമം ലെങ്ത് റെസ്ട്രിക്ഷൻ വെച്ചിരിക്കുന്നത് CSMA CD യുടെ കറക്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടാണ്. CSMA CD നെ നമ്മൾ പറയും
സോ ഇതർനെറ്റ് ഫ്രെയിമിന്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 512 ബിറ്റ്സ് അല്ലെങ്കിൽ 64 ബൈറ്റ്സ് ആണ്. അതായത് ഫ്രെയിമിന് മിനിമം എത്ര ലെങ്ത് വേണം? 64 ബൈറ്റ്സ് വേണം. മിനിമം ലെങ്ത് 64 ബൈറ്റ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡേറ്റയും വരും, ഫ്രെയിമിനകത്ത് ഡേറ്റയും വരും, ഹെഡറും വരും, ട്രെയിലറും വരും. സോ ഹെഡർ പ്ലസ് ഡേറ്റ പ്ലസ് ട്രെയിലർ മൊത്തം എല്ലാം കൂടെ മിനിമം എത്ര വേണം? 64 ബൈറ്റ്സ് വേണം. അപ്പോൾ ഈ ഹെഡറിൽ ആരൊക്കെ ഉണ്ട്? സോഴ്സ് അഡ്രസ് ഉണ്ട്, ഡെസ്റ്റിനേഷൻ അഡ്രസ് ഉണ്ട്, ടൈപ്പ് ഉണ്ട്. സോഴ്സ് 6 ബൈറ്റ്സ്, ഡെസ്റ്റിനേഷൻ അഡ്രസ് 6 ബൈറ്റ്സ്, ടൈപ്പിന് 2 ബൈറ്റ്സ്. പിന്നെ ട്രെയിലർ പോർഷനിൽ CRC ഇരിപ്പുണ്ട്, അത് എത്ര ബൈറ്റ്സ് ആണ്? 4 ബൈറ്റ്സ്. അപ്പൊ ഹെഡറും ട്രെയിലറും എല്ലാം കൂടെ മൊത്തം 18 ബൈറ്റ്സ് വരും. മൊത്തം 64 ബൈറ്റ്സ്, അതിൽ 18 ബൈറ്റ്സ് എന്ന് പറയുന്നത് ഹെഡറും ട്രെയിലറും എല്ലാം കൂടെ. അപ്പൊ 64 മൈനസ് 18 എന്ന് പറയുമ്പോൾ 46 ബൈറ്റ്സ്. അപ്പൊ ഡേറ്റയ്ക്ക് മിനിമം വാല്യൂ എത്രയാണ്? 46 ബൈറ്റ്സ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പൊ ഡേറ്റ മിനിമം എത്ര വേണം? 46 ബൈറ്റ്സ് വേണം. മൊത്തം ഫ്രെയിം മിനിമം എത്ര വേണം? 64 ബൈറ്റ്സ് വേണം. അതിൽ 18 ബൈറ്റ്സ് എന്താണ്? ഹെഡറും ട്രെയിലറും കൂടെ. ഇനി അതുപോലെ തന്നെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 1518 ബൈറ്റ്സ് ആണ് മാക്സിമം ലെങ്ത്. അതിൽ 18 ബൈറ്റ്സ് ഹെഡർ ആൻഡ് ട്രെയിലർ വരും. സോ ഡേറ്റയുടെ മാക്സിമം എത്ര വരെ പോവാം? 1500 ബൈറ്റ്സ് വരെ പോവാം. ഇതിൽ നമ്മൾ പ്രിയാമ്പിളും SFD ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, കാര്യം അത് ഫിസിക്കൽ ലെയർ അറ്റാച്ച് ചെയ്യുന്നതാണ്. സോ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ഫ്രെയിമിന്റെ മിനിമം ലെങ്ത് എന്ന് പറയുന്നത് 64 ബൈറ്റ്സ്. അതിനകത്ത് ഡേറ്റ വരും, ഹെഡർ വരും, ട്രെയിലർ വരും. ഹെഡർ ആൻഡ് ട്രെയിലറിന്റെ 18 ബൈറ്റ്സ് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റയ്ക്ക് എത്ര മിനിമം വേണം? 46 ബൈറ്റ്സ് വേണം. മാക്സിമം ഫ്രെയിം ലെങ്ത് 1518 ബൈറ്റ്സ്. അതിൽ 18 ബൈറ്റ്സ് ഹെഡർ ആൻഡ് ട്രെയിലർ. അത് കഴിഞ്ഞ് മാക്സിമം ഡേറ്റ ലെങ്ത് എത്രയാണ് വരിക? 1500 ബൈറ്റ്സ്. ഇനി നെക്സ്റ്റ് ഇതർനെറ്റിന്റെ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ നോക്കണം. അതിന് മുന്നേ മീഡിയ ആക്സസ് കൺട്രോളർ MAC. നമ്മൾ നേരത്തെ പറഞ്ഞു മോർ ദാൻ 2 നോട്ട്സ് ഒരു കോമൺ ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ, രണ്ടിൽ കൂടുതൽ ഡിവൈസസ് ഒരേ ലിങ്ക് അല്ലെങ്കിൽ ഒരേ മീഡിയം ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? മൾട്ടി പോയിന്റ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ലിങ്ക് എന്ന് പറയും. മോർ ദാൻ 2 നോട്ട്സ് ഒരു കോമൺ ലിങ്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? മൾട്ടി പോയിന്റ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ലിങ്ക് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു മൾട്ടി പോയിന്റ് അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ലിങ്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ നോട്ട്സ് ഏത് രീതിയിൽ ലിങ്കിനെ എപ്പം ആക്സസ് ചെയ്യണം എന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ആര് വേണം? മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ വേണം. ലിങ്കിനെ ആക്സസ് ചെയ്യുന്നത് കോർഡിനേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ട് ആര് വേണം? ഒരു മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ വേണം. അപ്പൊ ഈ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസ് വരുന്നത് ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഒരു സബ് ലെയറിലാണ്. ഡേറ്റ ലിങ്ക് ലെയറിന് തന്നെ 2 സബ് ലെയർസ് ഉണ്ട്. LLC ലോജിക്കൽ ലിങ്ക് കൺട്രോൾ സബ് ലെയറും ഉണ്ട്, MAC സബ് ലെയർ അല്ലെങ്കിൽ മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയർ ഉണ്ട്. അപ്പൊ ഡേറ്റ ലിങ്ക് ലെയറിന് 2 സബ് ലെയർസ്. ഒന്നെന്ന് പറയുന്നത് ലോജിക്കൽ ലിങ്ക് കൺട്രോൾ സബ് ലെയർ LLCയും. LLCയുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഫ്രെയിമിങ്ങും ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും ഒക്കെയാണ് ആരുടെ ഫംഗ്ഷൻ? LLCയുടെ ഫംഗ്ഷൻ. ഇനി അല്ലാണ്ട് ഒരു സബ് ലെയർ ഉള്ളത് മീഡിയ ആക്സസ് കൺട്രോൾ MAC സബ് ലെയർ ആണ്. ആ MAC സബ് ലെയറിലാണ് ഏത് പ്രോട്ടോകോൾ വരുന്നത്? ഈ പറയുന്ന മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ വരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നതും ഞാൻ ഇവിടെ ഒരു ഷെയർഡ് വയർ ആണ്. ഈ കോമൺ ഇതർനെറ്റ് കേബിൾ, ഈ കേബിൾ ആര് ഷെയർ ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന ഡിവൈസസ് എല്ലാം, ഈ കാണിച്ചിരിക്കുന്ന ഡിവൈസസ് എല്ലാം അവരുടെ ട്രാൻസ്മിഷൻ യൂസ് ചെയ്യുന്നത് ഇതേ കേബിൾ ആണ്. അപ്പൊ ഇവരെല്ലാം ആർക്കൊക്കെ എപ്പോ ഒക്കെ ഡേറ്റ സെൻഡ് ചെയ്യാമെന്ന് എന്ത് ചെയ്യണം? ഒരു കൺട്രോൾ വേണം, അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ വേണം. അതിനായിട്ട് ഏത് പ്രോട്ടോകോൾ വേണം? മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ വേണം. അപ്പൊ ഈ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ ഒക്കെ ഡേറ്റ ലിങ്ക് ലെയറിന്റെ ഏത് സബ് ലെയറിലാണുള്ളത്? മീഡിയ ആക്സസ് കൺട്രോൾ സബ് ലെയർ അല്ലെങ്കിൽ MAC സബ് ലെയറിലാണുള്ളത്. ഇത് കൂടാണ്ടുള്ള സബ് ലെയർ ഏതാണ്? LLC ആണ്, ലോജിക്കൽ ലിങ്ക് കൺട്രോൾ സബ് ലെയർ ആണ്. അതിന്റെ ഫംഗ്ഷൻ ആണ് ഏത്? ഫ്രെയിമിങ്ങും ഫ്ലോ കൺട്രോളും എറർ കൺട്രോളും ഒക്കെ. സോ ഇവിടെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസ് കാണിച്ചിട്ടുണ്ട്. അതിൽ തന്നെ 3 ടൈപ്സ്: റാൻഡം ആക്സസ് പ്രോട്ടോകോൾസ്, കൺട്രോൾഡ് ആക്സസ് പ്രോട്ടോകോൾസ്, ചാനലൈസേഷൻ പ്രോട്ടോകോൾസ്. നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത് ഈ CSMA, അതിന്റെ തന്നെ CSMA CD, CSMA CA. ഇത് ഇത്രയും നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കിയൊന്നും നമുക്കിപ്പോൾ തൽക്കാലം ഇല്ല. സോ ഒരു റാൻഡം ആക്സസ് പ്രോട്ടോകോൾ ആയിട്ടുള്ള CSMA ആണ് നമുക്ക് പഠിക്കാനുള്ളത്. കാര്യം ഇതിൽ ഇനി യൂസ് ചെയ്യാൻ പോകുന്ന ഇതർനെറ്റിൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് പറയുന്നത് CSMA CD ആണ്. പിന്നെ നമുക്കിനി വയർലെസ് LAN ഉണ്ട് ഈ മൊഡ്യൂളിൽ. അപ്പൊ അതിൽ പഠിക്കാനുള്ളത് ഏതാണ്? CSMA CA ആണ് അതിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത് ഇത്രയും മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പൊ ഇതെല്ലാം എന്താണ്? ഒരു റാൻഡം ആക്സസ് പ്രോട്ടോകോൾ ആണ്. റാൻഡം ആക്സസ് പ്രോട്ടോകോൾ എന്ന് വെച്ചാൽ ഒരു സ്റ്റേഷനും സുപ്പീരിയർ അല്ല, വേറൊരു സ്റ്റേഷനേക്കാൾ സുപ്പീരിയർ അല്ല. അപ്പൊ ഒരു സ്റ്റേഷനും വേറൊരു സ്റ്റേഷന്റെ മേലെ കൺട്രോൾ ഇല്ല. റാൻഡംലി ആർക്ക് വേണമെങ്കിലും ലിങ്കിനെ ആക്സസ് ചെയ്യാം.
ലിങ്ക് ഫ്രീ ആണെന്ന് കണ്ടാൽ ഏത് സ്റ്റേഷന് വേണമെങ്കിലും എന്ത് ചെയ്യാം, ലിങ്കിലോട്ട് ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാം. ലിങ്ക് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിലും ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം. ഒരു സ്റ്റേഷനും വേറൊരു സ്റ്റേഷന് എന്ത് ചെയ്യാൻ പറ്റണില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആർക്കും ഒരു സുപ്പീരിയർ ആണ് ഒരു സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതിലില്ല. അതുകൊണ്ട് റാൻഡംലി ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കൊളിഷൻ നടക്കാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ റാൻഡം ആക്സസ് പ്രോട്ടോകോൾസ് ആയിട്ടുള്ള CSMA, CD, CSMA CA ഇത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ അത് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ carrier sense multiple access CSMA പ്രോട്ടോകോൾ ഒരു റാൻഡം പ്രോട്ടോകോൾ ആണ്. റാൻഡം മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ ആണ് ഇത് CSMA. അപ്പോൾ ഒരു സ്റ്റേഷനും വേറെ സ്റ്റേഷന്റെ മേലെ കൺട്രോൾ ഒന്നും ഇല്ല CSMAയില്. CSMAയില് എന്ന് പറയുന്ന ഒരു മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം, കൊളിഷൻസ് കുറയ്ക്കണം. എല്ലാവരും കൂടെ ഒരേ സമയം ലിങ്ക് യൂസ് ചെയ്യാണ്, എല്ലാവരും കൂടെ ഒരേ സമയം ഡേറ്റ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ഡേറ്റാസ് തമ്മിൽ കൊളിഷൻ വരും, ആ ഡേറ്റ എല്ലാം ലൂസ് ആയി പോകും. സോ മാക്സിമം എന്ത് കുറയ്ക്കണം, കൊളിഷൻസ് കുറയ്ക്കണം. അപ്പൊ ഇതിൽ ഈ CSMAയിൽ ചെയ്യുന്ന എന്താന്ന് വെച്ചാൽ ഒരു സ്റ്റേഷൻ അതിന്റെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ലിങ്കിനെ സെൻസ് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്കിനെ ചെക്ക് ചെയ്യുക. ലിങ്കിൽ എന്തെങ്കിലും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ, എന്തെങ്കിലും ട്രാൻസ്മിഷൻ നടക്കുവാണെങ്കിൽ ട്രാൻസ്സീവറിൽ സിഗ്നൽ എനർജി വരും. സോ സിഗ്നൽ എനർജി വരുവാണെങ്കിൽ മീനിങ് എന്താണ്, ലിങ്കിൽ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. സോ ലിങ്ക് ബിസിയാണ്, അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാണ്ടിരിക്കുക. ഇനി ലിങ്കിൽ ചെക്ക് ചെയ്തിട്ട് സെൻസ് ചെയ്തിട്ട് ലിങ്കിൽ ട്രാൻസ്മിഷൻ ഒന്നും നടക്കുന്നില്ല എങ്കിൽ സിഗ്നൽ എനർജി ഒന്നും ട്രാൻസ്സീവറിൽ റിസീവ് ചെയ്യില്ല. സോ ലിങ്ക് ഐഡിൽ ആണ്, അല്ലെങ്കിൽ ലിങ്കിൽ ട്രാൻസ്മിഷൻ ഒന്നും നടക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഡേറ്റയെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്, ചാൻസ് ഓഫ് കൊളിഷൻ ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇഫ് എ സ്റ്റേഷൻ സെൻസസ് ദ മീഡിയം ബിഫോർ ട്രൈങ് ടു യൂസ് ഇറ്റ്. ആ മീഡിയം യൂസ് ചെയ്യുന്നതിന് മുന്നേ, ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആ മീഡിയം ഐഡിൽ ആണോ ബിസി ആണോ എന്ന് സെൻസ് ചെയ്യുക, അല്ലെങ്കിൽ ചെക്ക് ചെയ്യുക. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, carrier sense multiple access എന്ന് പറയുന്നത്. So CSMA requires that each station first listen to the medium or check the state of the medium before sending. So അതിന്റെ basic principle എന്താണ്, sense before transmit. ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ സെൻസ് ചെയ്യുക, മീഡിയം അല്ലെങ്കിൽ ലിങ്ക് ഫ്രീ ആണോ, ഐഡിൽ ആണോ, അല്ലെങ്കിൽ ബിസി ആണോ എന്ന് സെൻസ് ചെയ്യാം. സോ അങ്ങനെ കൊളിഷനെ റെഡ്യൂസ് ചെയ്യാം. ഇനി ഡിഫറെന്റ് പെർസിസ്റ്റന്റ് മെത്തേഡ്സ് ഇൻ CSMA. പെർസിസ്റ്റന്റ് മെത്തേഡ്സ് ഇൻ CSMA കേട്ടിയോന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് പെർസിസ്റ്റന്റ് മെത്തേഡ്സ് ഇൻ CSMA എന്ന് പറയുന്നത്, ഒരു ചാനൽ ബിസി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഒരു ചാനൽ ഐഡിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം. അതിന് 3 മെത്തേഡ്സ് ഉണ്ട്. 1 പെർസിസ്റ്റന്റ് മെത്തേഡ്, നോൺ പെർസിസ്റ്റന്റ് മെത്തേഡ് അല്ലെങ്കിൽ 0 പെർസിസ്റ്റന്റ് മെത്തേഡ് എന്ന് പറയും, P പെർസിസ്റ്റന്റ് മെത്തേഡ്. ഈ 3 മെത്തേഡ്സ് 3 രീതിയിലായിരിക്കും ചെയ്യുക. അതായത് ബിസി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഐഡിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം. അപ്പൊ 3 മെത്തേഡിൽ 3 കണക്കായിരിക്കും ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യണം, ബിസി ആണെങ്കിൽ എന്ത് ചെയ്യണം, ഐഡിൽ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ഈ 3 മെത്തേഡ്സിൽ 3 രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് മെത്തേഡ്സ്, 1 പെർസിസ്റ്റന്റ് മെത്തേഡ്, നോൺ പെർസിസ്റ്റന്റ് മെത്തേഡ്, P പെർസിസ്റ്റന്റ് മെത്തേഡ്. സോ ഫസ്റ്റ് 1 പെർസിസ്റ്റന്റ് മെത്തേഡ്. 1 പെർസിസ്റ്റന്റ് മെത്തേഡിലാണെങ്കിൽ ഒരു സ്റ്റേഷന് ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ട്, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഫസ്റ്റ് അത് എന്ത് ചെയ്യാണ്, ലിസൺസ് ടു ദ മീഡിയം. മീഡിയം ലിസൺ ചെയ്യുന്നു, മീഡിയത്തിനെ ചെക്ക് ചെയ്യുന്നു, വെദർ ഇറ്റ് ഇസ് ഫ്രീ അല്ലെങ്കിൽ ഐഡിൽ ആണോ ബിസി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഇഫ് മീഡിയം ഇസ് ഐഡിൽ എന്ന് പറഞ്ഞാൽ സിഗ്നൽ എനർജി ഒന്നും വരുന്നില്ല, സോ മീഡിയത്തിലെ ട്രാൻസ്മിഷൻ ഒന്നും നടക്കുന്നില്ല. ദെൻ ട്രാൻസ്മിറ്റ് ഇമ്മീഡിയറ്റ്ലി വിത്ത് പ്രോബബിലിറ്റി 1. മീഡിയം ഐഡിൽ ആണെന്ന് കണ്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സെൻഡ് ചെയ്യാനുള്ള ഫ്രെയിമിനെ സെൻഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് പ്രോബബിലിറ്റി 1 എന്ന് പറയുന്നത്. 1 പെർസിസ്റ്റന്റ് മീൻ പ്രോബബിലിറ്റി 1. അവിടെ പിന്നെ വെയിറ്റ് ചെയ്യുന്നൊന്നുമില്ല, മീഡിയം ഫ്രീ ആയ ഉടൻ എന്ത് ചെയ്യാണ്, ഫ്രെയിമിനെ സെൻഡ് ചെയ്യാണ് വിത്ത് പ്രോബബിലിറ്റി 1. If medium is busy, medium busy ആണെന്ന് കണ്ടാൽ കണ്ടിന്യൂസ്ലി വീണ്ടും ലിസൺ ചെയ്തുകൊണ്ടിരിക്കും, വെയിറ്റ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ്ലി ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. ഏത് പോയിന്റിൽ വെച്ചിട്ട് അത് ഐഡിൽ ആവുന്നു, എപ്പോഴാണോ അത് ഫ്രീ ആവുന്നത് അപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഇതിന് സെൻഡ് ചെയ്യാനുള്ള ഫ്രെയിംസ് സെൻഡ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മെത്തേഡിന് ഹയസ്റ്റ് ചാൻസ് ഓഫ് കൊളിഷൻ ആണ്. കാര്യം ഇതുപോലെ 2 സ്റ്റേഷൻസ് ഉണ്ടാവാം, ഒരു പക്ഷെ 2 സ്റ്റേഷൻസ് ഇതുപോലെ വെയിറ്റ് ചെയ്യുമായിരിക്കും, ഐഡിൽ ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ 2 ആളും ഐഡിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ 2 ആളും പിന്നെ ഒന്നും വെയിറ്റ് ചെയ്യുന്നില്ല, 2 ആളും അവരുടെ ഫ്രെയിംസ് സെൻഡ് ചെയ്യാണ്. അപ്പൊ എന്ത് പറ്റാം, 2 തമ്മിൽ എന്ത് നടക്കാം, കൊളിഷൻസ് നടക്കാം. അതുകൊണ്ട് തന്നെ 1 പെർസിസ്റ്റന്റ് മെത്തേഡിൽ എന്ത് കൂടുതലാണ്, ചാൻസ് ഓഫ് കൊളിഷൻ കൂടുതലായിരിക്കും. അപ്പൊ ഇവിടെ ഡയഗ്രത്തിൽ കാണിച്ചിരിക്കുന്നതും എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സെൻഡ് ചെയ്യാൻ ഫ്രെയിം ഉള്ള ആള് കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അപ്പോഴെല്ലാം ബിസിയാണ്, സോ സെൻഡ് ചെയ്യുന്നില്ല. ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ബിസി മാറുന്നു, ഫ്രീ ആണെന്ന് കാണുന്നു, ഉടനെ പിന്നെ വെയിറ്റ് ചെയ്യുന്നില്ല, എന്ത് ചെയ്യാണ്, ട്രാൻസ്മിറ്റ് ചെയ്യാണ്, ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അതാണ് ഏത് മെത്തേഡ്, 1 പെർസിസ്റ്റന്റ് മെത്തേഡ്. വെയിറ്റ് ചെയ്യാണ്ട് ഫ്രീ എന്ന് കാണുന്ന ഉടനെ ഫ്രെയിമിനെ സെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് പ്രോബബിലിറ്റി 1. അതുകൊണ്ടാണ് എന്ത് പേര് പറയുന്നത്, 1 പെർസിസ്റ്റന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോൺ പെർസിസ്റ്റന്റ് മെത്തേഡ്. ഈ മെത്തേഡിലും എന്ത് ചെക്ക് ചെയ്യും, നമ്മൾ
ലൈൻ ഫ്രീ ആണോ അല്ലെങ്കിൽ ബിസി ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ പക്ഷേ വൺ പെർസിസ്റ്റന്റ് മെത്തേഡ് കണക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യില്ല, ചെക്ക് ചെയ്യില്ല. ഇപ്പൊ ഏതെങ്കിലും ഒരു നേരത്തെ മെത്തേഡിൽ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും, എപ്പോഴാണ് ഫ്രീ ആവുന്നത്, ആ ഫ്രീ ആണെന്ന് കാണുന്നോണ്ടേ ഡേറ്റ സെൻഡ് ചെയ്യുന്നു. ഇവിടെ പക്ഷെ കണ്ടിന്യൂസ്ലി നമ്മൾ ചെക്ക് ചെയ്യില്ല. അപ്പൊ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ താണ്ടി ഈ പോയിന്റിൽ സെൻസ് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. അപ്പോൾ എന്ത് കണ്ടു, ബിസി കണ്ടു. പിന്നെ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യില്ല, അതിന് പകരം കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ടൈം എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. അതിനെ ബാക്ക് ഓഫ് എന്ന് പറയാം. വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് ആ അത്രയും സമയം കഴിയുമ്പോൾ വീണ്ടും സെൻസ് ചെയ്യും, വീണ്ടും ചെക്ക് ചെയ്യും. അപ്പൊ വീണ്ടും എന്ത് കാണാണ്, ബിസി കാണാണ്. അപ്പൊ കുറച്ചും കൂടി കൂടുതൽ സമയം എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ഒരു റാൻഡം എമൗണ്ട് ഓഫ് ടൈം കുറച്ചുകൂടി കൂടുതൽ സമയം വെയിറ്റ് ചെയ്യും. അപ്പൊ അത്രയും സമയം എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യുന്നില്ല. അതാണ് ഇവിടെ ബിസി മാറി ഫ്രീ ആയി, പക്ഷെ ഇപ്പോഴും അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെൻസ് ചെയ്യുന്നില്ല. ആ എമൗണ്ട് ഓഫ് ടൈം കഴിയുമ്പോൾ പിന്നെ സെൻസ് ചെയ്യും. സെൻസ് ചെയ്തിട്ട് ഐഡിൽ ആണെന്ന് കണ്ടാൽ ഉടനെ എന്ത് ചെയ്യുന്നു, ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. If the line is idle, it sends immediately. If the line is not idle, it waits a random amount of time and then senses a line again. അപ്പോൾ idle ആണെന്ന് കണ്ടാൽ ഉടൻ ഡേറ്റ സെൻഡ് ചെയ്യും. ഐഡിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്യില്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും. അപ്പൊ ഫ്രീ അല്ലെങ്കിൽ വീണ്ടും കൂടുതൽ സമയം വെയിറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്ത് കണ്ട് ഫ്രീ ആണെന്ന് കണ്ടാൽ ഉടൻ എന്ത് ചെയ്യുന്നു, ഡേറ്റനെ സെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ കൊളിഷൻ ഉള്ള ചാൻസ് എന്താണ്, കൊളിഷൻ ഉള്ള ചാൻസ് കുറയ്ക്കാൻ പറ്റും. കാര്യം രണ്ട് സ്റ്റേഷൻസ് വെയിറ്റ് ചെയ്യുന്ന സമയം ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഒരു സ്റ്റേഷൻ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യുന്നു. വേറൊരു സ്റ്റേഷൻ ഒരു പക്ഷേ 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടായിരിക്കും ചെക്ക് ചെയ്യുക. അപ്പൊ രണ്ടാളും വെയിറ്റ് ചെയ്യുന്ന സമയം ഡിഫറെന്റ് ആയിരിക്കും. രണ്ടാളും ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയവും ഡിഫറെന്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ എന്ത് കുറയ്ക്കാൻ പറ്റും, കൊളിഷനുള്ള ചാൻസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ബാൻഡ് വിഡ്ത്ത് വേസ്റ്റേജ് വരും. എന്താണ്ട് ഇവിടെ ആണെങ്കിൽ ഇത്രയും ടൈം കഴിഞ്ഞപ്പോഴത്തേക്ക് ചാനൽ ഫ്രീ ആയി, പക്ഷേ അത് വെയിറ്റ് ചെയ്യുന്ന സമയം ഇത്രയുണ്ട്. അപ്പൊ അത്രയും സമയം കഴിഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യുന്നുള്ളൂ. ചാനൽ ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് ഈ സമയത്ത് അത് ചെക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇത്രയും സമയം ഈ ചാനൽ ഫ്രീ ആയിട്ട് നമുക്ക് ബാൻഡ് വിഡ്ത്ത് വേസ്റ്റേജ് എന്ന് പറഞ്ഞൊരു പ്രോബ്ലം എവിടെ വരാം, നോൺ പെർസിസ്റ്റന്റ് മെത്തേഡിൽ വരാം. അടുത്തത് പി പെർസിസ്റ്റന്റ് മെത്തേഡ്. പി പെർസിസ്റ്റന്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ രണ്ട് മെത്തേഡ്സ്, വൺ പെർസിസ്റ്റന്റ് മെത്തേഡും നോൺ പെർസിസ്റ്റന്റ് മെത്തേഡും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ഇത് പി പെർസിസ്റ്റന്റ് മെത്തേഡ്. പി പെർസിസ്റ്റന്റ് മെത്തേഡിൽ നമ്മൾ ടൈം സ്ലോട്ട്സ് ആയിട്ട് ഈക്വൽ ഡ്യൂറേഷൻ ഉള്ള ടൈം സ്ലോട്ട്സ് ആയിട്ടൊക്കെ ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വൺ പെർസിസ്റ്റന്റ് മെത്തേഡിൽ ചെയ്ത കണക്ക് കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ലിങ്ക് ഫ്രീ ആണോ ബിസി ആണോ എന്ന് കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ടിരിക്കും. വൺ പെർസിസ്റ്റന്റ് മെത്തേഡ് കണക്ക് കണ്ട് ഇവിടെ ഇപ്പൊ കണ്ടിന്യൂസ്ലി സെൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാം ബിസി കാണിക്കുന്നു. സോ വീണ്ടും സെൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പെർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ അതെന്തായി, ഐഡിലായി. ഇനി നേരത്തെ രണ്ട് പറഞ്ഞ മെത്തേഡ്സിലും ഐഡിലാന്ന് കണ്ടാൽ ഡേറ്റ ഉടനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. പക്ഷെ ഇവിടെ ഫ്രീ ആണെന്ന് കണ്ടാൽ ഉടൻ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. മേ സെൻഡ് ഓർ മേ നോട്ട് സെൻഡ്. ഇഫ് ലൈൻ ഇസ് ഐഡിൽ ഇറ്റ് മേ ഓർ മേ നോട്ട് സെൻഡ്. അപ്പൊ ഐഡിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഐഡിൽ ആണെന്ന് കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഐഡിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ സെൻഡ് ചെയ്യാണ്ടിരിക്കാം. വീണ്ടും കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. അപ്പൊ സെൻഡ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി പി ആണ്. നേരത്തെ പ്രോബബിലിറ്റി 1 എന്ന് പറഞ്ഞ് കാണിച്ച മീനിങ് എന്താണ്, ഉറപ്പായിട്ട് സെൻഡ് ചെയ്യും. ഫ്രീ ആയ ഉടൻ ഡേറ്റ സെൻഡ് ചെയ്യും. പി എന്ന് പറയാൻ പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0ക്കും 1നും ബിറ്റ്വീൻ ആണ്. സോ പ്രോബബിലിറ്റി നമുക്ക് ഉറപ്പായിട്ട് സെൻഡ് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. പി പ്രോബബിലിറ്റി ഉള്ളൂ, സെൻഡ് ചെയ്യാം, സെൻഡ് ചെയ്യാതിരിക്കാം. അപ്പം വിത്ത് പ്രോബബിലിറ്റി പി ഒരു പക്ഷേ സെൻഡ് ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വിത്ത് പ്രോബബിലിറ്റി 1 - p വെയിറ്റ് ചെയ്യാം. സെൻഡ് ചെയ്യാണ്ട് ഒരു ടൈം സ്ലോട്ട് വേണമെങ്കിൽ വെയിറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ആണെങ്കിൽ ഫ്രീ കണ്ടു, പക്ഷെ ഇവിടെ സെൻഡ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്യാണ്, ഒരു ടൈം സ്ലോട്ട് വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അത് ചെക്ക് ചെയ്യും, പക്ഷെ വീണ്ടും എന്ത് ചെയ്യാണ്, ഒരു ടൈം സ്ലോട്ട് വെയിറ്റ് ചെയ്യാണ്. വീണ്ടും കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വീണ്ടും ഇവിടെ എന്ത് ചെയ്യാണ്, സെൻഡ് ചെയ്യുന്നില്ല. അപ്പോഴൊക്കെ ഫ്രീ, കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ഫ്രീ കാണുന്നുണ്ട്. പക്ഷെ 3 ടൈം സ്ലോട്ട് അത് എന്ത് ചെയ്യുന്നില്ല, സെൻഡ് ചെയ്യുന്നില്ല. ഈക്വൽ ടൈം സ്ലോട്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 3 ടൈം സ്ലോട്ട്സിലും കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തപ്പോൾ എന്താണ്, ഫ്രീ ആണ്. പക്ഷെ അപ്പോൾ ഒന്ന് സെൻഡ് ചെയ്യുന്നില്ല. 3 ടൈം സ്ലോട്ട് കഴിഞ്ഞിട്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫ്രീ എന്ന് കണ്ട ഉടൻ കയറി എന്ത് ചെയ്യുന്നില്ല, ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ചിലപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് ടൈം സ്ലോട്ട്സ് അത് വെയിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്യാം. അപ്പൊ രണ്ട് മെത്തേഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള മെത്തേഡാണ് ഏതിൽ യൂസ് ചെയ്യുന്നത്, പി പെർസിസ്റ്റന്റ് മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ കൊളിഷൻ ഉള്ള ചാൻസ് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിന് കൂടുതൽ അതിന്റെ ബാൻഡ് വിഡ്ത്ത് വേസ്റ്റേജ് കുറച്ചിട്ട് കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് നെറ്റ്വർക്കിനെ യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ 3 പെർസിസ്റ്റന്റ് മെത്തേഡ്സിന്റെ ഫ്ലോ ഡയഗ്രാംസ് ആണ് കാണിച്ചിരിക്കുന്നത്. 1 പെർസിസ്റ്റന്റ് മെത്തേഡിന്റെ ഫ്ലോ ഡയഗ്രാം. ഇവിടെ ചാനലിന് കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്യാണ്. ചെക്ക് ചെയ്തിട്ട് ഐഡിൽ ആണെന്ന് കണ്ടാൽ സ്റ്റേഷൻ ക്യാൻ ട്രാൻസ്മിറ്റ്. ഐഡിൽ ആണെന്ന് കാണുന്ന മൊമെന്റിൽ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യാം.
ഇനി ബിസി ആണെന്ന് കണ്ടാൽ വീണ്ടും എന്ത് ചെയ്യാണ്, കണ്ടിന്യൂസ്ലി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെയും ബിസി ആണെന്ന് കണ്ടാൽ വീണ്ടും വീണ്ടും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. ചെക്ക് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഐഡിൽ ആണെന്ന് കാണുന്ന ഉടനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അടുത്ത നോൺ പെർസിസ്റ്റന്റ് മെത്തേഡിൽ ചാനൽ ബിസി ആണോ ഐഡിൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഐഡിൽ ആണെന്ന് കണ്ടാൽ ഉടൻ ട്രാൻസ്മിറ്റ് ചെയ്യാം. ബിസി ആണെന്ന് കണ്ടാൽ പിന്നെയും ചെക്ക് ചെയ്യല്ല, കുറച്ച് സമയം വെയിറ്റ് ചെയ്യും, റാൻഡം എമൗണ്ട് ഓഫ് ടൈം വെയിറ്റ് ചെയ്യും. എന്നിട്ട് ചാനൽ ബിസി ആണോ ഐഡിൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോഴും ഐഡിൽ ആണെന്ന് കണ്ടാൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി അഥവാ ഐഡിൽ അല്ലെന്ന് കണ്ടാൽ വീണ്ടും കുറച്ചും കൂടെ സമയം എന്ത് ചെയ്യാണ്, വെയിറ്റ് ചെയ്യാണ്. വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ചെക്ക് ചെയ്യുന്നു. ചെക്ക് ചെയ്തിട്ട് ഐഡിൽ ആണോ ബിസി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് പി പെർസിസ്റ്റന്റ് മെത്തേഡ്. പി പെർസിസ്റ്റന്റ് മെത്തേഡിലാണെങ്കിൽ ചാനലിന് ചെക്ക് ചെയ്യുന്നു ഐഡിൽ ആണോ ബിസി ആണോ. ബിസി ആണെന്ന് കണ്ടാൽ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ വെച്ചിട്ട് ഐഡിൽ ആവുന്നവരെ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഐഡിൽ ആണെന്ന് കണ്ടു. ഐഡിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്നുകിൽ അത് ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അത് വെയിറ്റ് ചെയ്യാം. ഉടനെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നില്ല. അപ്പൊ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഒരു പ്രോബബിലിറ്റി ഔട്ട്കം, ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യുന്നു. ആ വാല്യൂ പിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യാണ്, പി കൂടുതലാണ്, സോ സ്റ്റേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി വാല്യൂ കുറവാണ്, പിനേക്കാൾ കുറവാണെങ്കിൽ എന്ത് ചെയ്യാണത്, വെയിറ്റ് ചെയ്യാണ്. ഉടനെ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യില്ല, അതിന് പകരം എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യും. ഐഡിൽ ആണെന്ന് കണ്ടാൽ ഒന്നുകിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൈം സ്ലോട്ട് വെയിറ്റ് ചെയ്യും. ഒരു ടൈം സ്ലോട്ട് വെയിറ്റ് ചെയ്തിട്ടും ചെക്ക് ചെയ്യണം ചാനൽ ബിസി ആണോ ഐഡിൽ ആണോ എന്ന്. ബിസി ആണെന്ന് കണ്ടാൽ വീണ്ടും വെയിറ്റ് ചെയ്യണം. ബിസി ആണെന്ന് കണ്ടാൽ വീണ്ടും കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ ഐഡിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഐഡിൽ ആണെന്ന് കണ്ടാൽ വീണ്ടും ഒരുപക്ഷെ ഒരു ടൈം സ്ലോട്ടും കൂടെ വെയിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യാം. നേരത്തെ എടുത്ത കേസിലാണെങ്കിൽ 3 ടൈം സ്ലോട്ട് അത് വെയിറ്റ് ചെയ്തു. 3 ടൈം സ്ലോട്ടിലും ഐഡിൽ ആണെന്ന് കണ്ടതിന് ശേഷം മാത്രമാണ് അത് എന്ത് ചെയ്യുന്നത്, ഒറിജിനൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ പി പെർസിസ്റ്റന്റ് മെത്തേഡിൽ ബിസി ആണെന്ന് കണ്ടാൽ കണ്ടിന്യൂസ്ലി മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഐഡിൽ ആവുന്നത് വരെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും വെച്ചിട്ട് ഐഡിൽ ആയാൽ ഒന്നുകിൽ ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ടൈം സ്ലോട്ടും കൂടെ വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് ചെക്ക് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. നെക്സ്റ്റ് കരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളിഷൻ ഡിറ്റക്ഷൻ, CSMA-CD. CSMA ഒരു വേരിയേഷൻ ആണ് ഇത്, CSMA-CD. ഒന്നുകിൽ CSMA-CD എന്ന് പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാം, അല്ലെങ്കിൽ ഇതർനെറ്റ്സ് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞ് ചോദിക്കാം. രണ്ടും CSMA-CD തന്നെ. സോ ഇതർനെറ്റിന്റെ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ ഏതാണ്, CSMA-CD ആണ് അത് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഇതർനെറ്റ് അഡാപ്റ്റർ എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, സെൻസ് ചെയ്തുകൊണ്ടിരിക്കണം. വെദർ ദ ലിങ്ക് ഇസ് ഐഡിൽ ഓർ ബിസി എന്നുള്ളത് സെൻസ് ചെയ്തുകൊണ്ടിരിക്കണം. ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഫ്രെയിം ഉണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ലിങ്ക് ബിസി ആണോ ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഇനിയും അത് കൂടാണ്ട് തന്നെ ഏതെങ്കിലും ഒരു ടൈമിൽ അത് ഫ്രീ ആണെന്ന് കണ്ടാൽ അത് എന്ത് ചെയ്യുന്നു, ഡേറ്റ സെൻഡ് ചെയ്യുന്നു. ഡേറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം, വേറെ ആരുടെയെങ്കിലും ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ, വേറെ ഏതെങ്കിലും ഒരു അഡാപ്റ്ററിൽ നിന്നുള്ള സിഗ്നൽ എനർജി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ വേറെ എവിടെയെങ്കിലും സിഗ്നൽ എനർജി വരുന്നുണ്ടെങ്കിൽ മീനിങ് എന്താണ്, രണ്ടാളും ഒരേ സമയം ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സോ കൊളിഷൻ നടന്നിട്ടുണ്ടാവും. സോ കൊളിഷൻ ഡിറ്റക്ട് ചെയ്യാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതർനെറ്റ് അഡാപ്റ്റർ must be able to sense when some other adapter is transmitting and detect a collision while it is transmitting. അപ്പോൾ വേറെ ആരെങ്കിലും സെൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് വേണം. ഫ്രീ ആകുമ്പോഴാണ് ഡേറ്റ സെൻഡ് ചെയ്യുന്നത്. ഇനി ഡേറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, വേറെ ഏതെങ്കിലും അഡാപ്റ്റർ സെൻഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം, ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇതിന്റെ സ്റ്റെപ്സ് കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ്, the adapter obtains a network layer PDU from its parent node, prepares an Ethernet frame and puts the frame in an adapter buffer. So network layer അതിന്റെ പാക്കറ്റിന് കൊടുക്കുന്നു. സോ എന്ത് ചെയ്യാണ്, ഡേറ്റ ലിങ്ക് ലെയർ അതിൽ നിന്ന് ഫ്രെയിമിനെ പ്രിപ്പയർ ചെയ്യാണ്. ആ ഫ്രെയിമിനെ അഡാപ്റ്ററിന്റെ ബഫർ അല്ലെങ്കിൽ മെമ്മറിയിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഇനി അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. സോ സെക്കൻഡ് സ്റ്റെപ്പിൽ അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ സെക്കൻഡ് സ്റ്റെപ്പിൽ ചാനൽ ഐഡിൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. വേറെ എവിടെയെങ്കിലും സിഗ്നൽ എനർജി വരുന്നുണ്ടോ എന്ന് ഐഡിൽ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഐഡിൽ ആണെന്ന് കണ്ടാൽ, വേറെ ഒരു അഡാപ്റ്ററിൽ നിന്ന് സിഗ്നൽ എനർജി വരുന്നില്ല, ഐഡിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യാണ്, ഡേറ്റ ഫ്രെയിമിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഐഡിൽ ആണെന്ന് കണ്ടാൽ ഫ്രെയിമിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഇനി അഥവാ മീഡിയം ഫ്രീ അല്ല എങ്കിൽ, മീഡിയം ബിസി ആണെങ്കിൽ എന്ത് ചെയ്യും, അത് വെയിറ്റ് ചെയ്യും. മീഡിയം ബിസി ആണെന്ന് കണ്ടാൽ അത് വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് ചാനൽ ഐഡിൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും. ഐഡിൽ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ട്രാൻസ്മിറ്റ് ചെയ്യില്ല, കുറച്ച് സമയം കൂടെ നോക്കിയിട്ട് അത് എന്ത് ചെയ്യും, ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യും. If the channel is busy, it waits until it senses no signal energy. അതായത് ഐഡിൽ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യും and then starts to transmit the frame. Plus a few hundred microseconds. അതായത് ചാനൽ ഫ്രീ ആണെന്ന് കണ്ടാലും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യും, ഫ്രെയിമിനെ ട്രാൻസ്മിറ്റ് ചെയ്യും.
ഇനി ട്രാൻസ്മിറ്റ് ചെയ്യാണ്, ഫ്രീ ആണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ തൊട്ട് ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്തു തുടങ്ങി. ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്തും സെൻഡ് ചെയ്യുന്ന അഡാപ്റ്റർ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. വേറെ ഏതെങ്കിലും അഡാപ്റ്റേഴ്സിൽ നിന്ന് സിഗ്നൽ എനർജി വരുന്നുണ്ടോ എന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നെറ്റ്വർക്ക് ലെയർ ഇതുവരെയുള്ള സ്റ്റെപ്സിൽ എന്താ ചെയ്ത്? നെറ്റ്വർക്ക് ലെയർ പാക്കറ്റിന് കൊടുത്തു, ഡേറ്റ ലിങ്ക് ലെയർ അതിന്റെ കറസ്പോണ്ടിങ് ഫ്രെയിമിനെ പ്രിപ്പയർ ചെയ്തു, ബഫറിലോട്ട് സ്റ്റോർ ചെയ്തു. ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ലിങ്കിനെ ചെക്ക് ചെയ്തു, അത് ഐഡിൽ ആണോ ബിസി ആണോ എന്ന് ചെക്ക് ചെയ്തു. ഐഡിൽ ആണെന്ന് കണ്ടാൽ എന്ത് ചെയ്യുന്നു? ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ബിസി ആണെന്ന് കണ്ടാൽ വെയിറ്റ് ചെയ്യുന്നു. വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ചെക്ക് ചെയ്തിട്ട് ഫ്രീ ആണെന്ന് കാണുന്ന സമയത്ത് കുറച്ചു നേരം കൂടെ നോക്കിയിട്ട് എന്ത് ചെയ്യാണ്? ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യാണ്. ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും അത് വേറെ അഡാപ്റ്റേഴ്സിൽ നിന്ന് സിഗ്നൽ എനർജി വരുന്നുണ്ടോ, കൊളിഷൻ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സോ ഐഡിൽ ആണെന്ന് കണ്ടാൽ അഡാപ്റ്റർ എന്ത് ചെയ്യണം? അതിന്റെ കറസ്പോണ്ടിങ് ഡേറ്റനെ ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും, വേറെ ഏതെങ്കിലും അഡാപ്റ്റേഴ്സിൽ നിന്നുള്ള സിഗ്നൽ എനർജി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ വേറെ അഡാപ്റ്റേഴ്സിൽ നിന്നുള്ള സിഗ്നൽ എനർജി വരികയാണെങ്കിൽ മീനിങ് എന്താണ്? വേറെ ആരോ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്, സോ കൊളിഷൻ നടന്നിട്ടുണ്ടാവും. അങ്ങനെ വേറൊരു സിഗ്നൽ എനർജി കിട്ടുകയാണെങ്കിൽ ഉടനെ ഇത് എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ഇറ്റ് സ്റ്റോപ്സ് ട്രാൻസ്മിറ്റിംഗ് ഇറ്റ്സ് ഫ്രെയിം. അതിന്റെ ഫ്രെയിംസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് ഇൻസ്റ്റഡ് ട്രാൻസ്മിറ്റ്സ്, അതിന് പകരം ഒരു ഫ്രെയിമിനെ സെൻഡ് ചെയ്യും. രണ്ട് ഫ്രെയിം എന്ന് പറഞ്ഞ ഒരു ഫ്രെയിമിനെ സെൻഡ് ചെയ്യും. ആ രണ്ട് ഫ്രെയിമിലുള്ളത് ഒരു 64 ബിറ്റ് പ്രിയാമ്പിളും കാണും, പ്ലസ് ഒരു 32 ബിറ്റ് ജാമിംഗ് സീക്വൻസും കാണും. അങ്ങനെ ഒരു രണ്ട് ഫ്രെയിം അല്ലെങ്കിൽ ജാം സിഗ്നലിനെയാണ് സെൻഡ് ചെയ്യുക. അതിന് സെൻഡ് ചെയ്യാനുള്ള ഫ്രെയിമിനെ സെൻഡ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തിട്ട് പകരം ഒരു രണ്ട് ഫ്രെയിം അല്ലെങ്കിൽ ജാം സിഗ്നലിനെ സെൻഡ് ചെയ്യും. ഈ ജാം സിഗ്നൽ സെൻഡ് ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ബാക്കി അഡാപ്റ്റേഴ്സിനെ കൂടെ അവെയർ ആക്കാൻ വേണ്ടിയിട്ട്, കൊളിഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് അവെയർ ആക്കാൻ വേണ്ടിയിട്ട്, ബാക്കി ട്രാൻസ്മിറ്റിംഗ് അഡാപ്റ്റേഴ്സിനെ അവെയർ ആക്കാൻ വേണ്ടിയിട്ടാണ് എന്തിനെ സെൻഡ് ചെയ്യുന്നത്? ഈ രണ്ട് ഫ്രെയിം അല്ലെങ്കിൽ ജാം സിഗ്നലിനെ സെൻഡ് ചെയ്യുന്നത്. അപ്പൊ ജാം സിഗ്നലിന് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യും? എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് ഫേസിലോട്ട് പോകും. എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് ഫേസ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്യാണ്. കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ഒരു കൊളിഷൻ നടന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് വീണ്ടും എന്ത് ചെയ്യും? ഫ്രീ ആണോ അല്ല ഐഡിൽ ആണോ അതോ ബിസി ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇനി ആ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആഫ്റ്റർ എക്സ്പീരിയൻസിങ് ദ എൻഡ് കൊളിഷൻ. എൻഡ് കൊളിഷൻ ഫസ്റ്റ് ടൈം ആണ് കൊളിഷൻ നടക്കുന്നതെങ്കിൽ എന്നിന്റെ വാല്യൂ 1 ആയിരിക്കും. എന്നിന്റെ വാല്യൂ 1. അപ്പം സ്മോൾ എം എന്ന് പറഞ്ഞ ഒരു വാല്യൂ ചൂസ് ചെയ്യുന്നു. ആ സ്മോൾ എമ്മിന്റെ വാല്യൂ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? മിനിമം ഓഫ് n,10. അപ്പൊ ഫസ്റ്റ് കൊളിഷൻ ആണെങ്കിൽ എന്നിന്റെ വാല്യൂ 1 ആണ്, 1,10. മിനിമം ഓഫ് 1,10 എന്ന് പറയുമ്പോൾ 1ലും 10ലും മിനിമം വാല്യൂ 1 ആണ്. അപ്പൊ എമ്മിന്റെ വാല്യൂ 1. അത് ഈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2⁻1 - 1, അപ്പൊ 2⁻0. 2⁻0 is 1. അപ്പോൾ കെയുടെ വാല്യൂ ചൂസ് ചെയ്യാണ്. കെയുടെ വാല്യൂ എന്ന് പറയുന്നത് 0, 1. 0ലും 1ലും ഏതെങ്കിലും ഒരു വാല്യൂ കെയുടെ വാല്യൂ ആയിട്ട് ചൂസ് ചെയ്യുന്നു. എന്നിട്ട് എത്ര സമയം അത് വെയിറ്റ് ചെയ്യാണ്? k × 512 ബിറ്റ് ടൈംസ് അത് എന്ത് ചെയ്യാണ്? വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ k × 512 ബിറ്റ് ടൈംസ് അത് വെയിറ്റ് ചെയ്യും. എന്നിട്ട് അത്രയും സമയം കഴിയുമ്പോഴാണ് അത് വീണ്ടും എന്ത് ചെയ്യുന്നത്? ചെക്ക് ചെയ്യുന്നത്. ലിങ്ക് ഫ്രീ ആണോ ബിസി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു കൊളിഷൻ നടന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും? കുറച്ച് സമയം അത് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും അത് എന്ത് ചെയ്യും? ലിങ്ക് ഫ്രീ ആണോ ഐഡിൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ കൊളിഷൻ നടക്കുകയാണെങ്കിൽ വീണ്ടും അത് എന്ത് ചെയ്യണം? വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇപ്പൊ സപ്പോസ് സെക്കൻഡ് കൊളിഷൻ ആണ് നടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ സെക്കൻഡ് കൊളിഷൻ ആണ് നടക്കുന്നതെങ്കിൽ ഇവിടെ എന്ത് വരും? എന്നിന്റെ വാല്യൂ 2 വരും, 2,10. അപ്പൊ എമ്മിന്റെ വാല്യൂ എന്ത് വരും? 2,10 ആകുമ്പോൾ മിനിമം വാല്യൂ 2. സോ എമ്മിന്റെ വാല്യൂ 2. എമ്മിന്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2⁻2 - 1. അപ്പൊ 2 - 1 is 1. അപ്പൊ 2 വരും. അപ്പൊ 0, 1, 2. അപ്പൊ കെയുടെ വാല്യൂ 0, 1, 2 ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പൊ കെയുടെ വാല്യൂ 2 ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ 2 × 512 ബിറ്റ് ടൈംസ് അത് എന്ത് ചെയ്യും? വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും സ്റ്റെപ്പ് 2ലോട്ട് പോകും. സ്റ്റെപ്പ് 2ലോട്ട് പോകാൻ മീൻസ് വീണ്ടും അത് ചെക്ക് ചെയ്യും. ചാനൽ ഫ്രീ ആണോ ബിസി ആണോ ചെക്ക് ചെയ്യും. ചാനൽ ഫ്രീ ആണെങ്കിൽ അത് എന്ത് ചെയ്യും? ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. അല്ല വീണ്ടും ബിസി ആണെങ്കിൽ അത് എന്ത് ചെയ്യും? കുറച്ചും കൂടെ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യും. അപ്പൊ ഓരോ തവണ ചെക്ക് ചെയ്യുമ്പോഴും ബിസി ആണെന്ന് കണ്ടാൽ നേരത്തെ എത്ര സമയം വെയിറ്റ് ചെയ്തു അതിനേക്കാൾ കൂടുതൽ സമയം വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത തവണ ചെക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റജി ഓഫ് ഇൻക്രീസിംഗ് ദ ഡിലേ ഇന്റർവൽ ബിറ്റ്വീൻ ഈച്ച് റീട്രാൻസ്മിഷൻ അറ്റംപ്റ്റ് ഇസ് നോൺ ആസ് എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ്. ആദ്യം എത്ര സമയം വെയിറ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് വീണ്ടും ബിസി എന്ന് കണ്ടാൽ കുറച്ചും കൂടെ കൂടുതൽ സമയം വെയിറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യും. അതുകൊണ്ട് അതിനെ എന്തെന്ന് പറയും? എക്സ്പൊണൻഷ്യൽ ബാക്ക് ഓഫ് എന്ന് പറയും. സോ ഈ ലെക്ചറിൽ നമ്മൾ ഇഥർനെറ്റ് പറഞ്ഞു. ഇഥർനെറ്റിന്റെ ഫ്രെയിം ഫോർമാറ്റ് KTO ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഡിഫറെന്റ് മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾസിൽ CSMA നമ്മൾ പറഞ്ഞു. CSMAയിൽ തന്നെ 3 പെർസിസ്റ്റന്റ് മെത്തേഡ്സ് അത് KTO ചോദിച്ചിട്ടുണ്ട്.
പിന്നെ ഇഥർനെറ്റിന്റെ മൾട്ടിപ്പിൾ ആക്സസ് പ്രോട്ടോകോൾ ആണ് ഏത് CSMA CD പറഞ്ഞിട്ടുണ്ട്. സോ CSMA CDയും KTU ചോദിച്ചിട്ടുണ്ട്.